ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. യോഗ പദ്ധതിയിൽ ഇതുവരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ ഒരുപാട് കോൺട്രവേഴ്സികളുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് ചക്രങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോരോ പദ്ധതിയിലും അല്ലെങ്കിൽ ഓരോരോ ഗുരുനാഥന്മാരും നമ്മുടെ ശരീരത്തിൽ എത്ര ചക്രങ്ങളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും ഷഡാധാരങ്ങളെക്കുറിച്ചാണ്, 6 ആധാര ചക്രങ്ങളെക്കുറിച്ചും സഹസ്രാര ചക്രത്തെക്കുറിച്ചും, അങ്ങനെ 7 ചക്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ 108 ചക്രങ്ങളുണ്ട്, അല്ലെങ്കിൽ സഹസ്രാരത്തിന് മുകളിൽ വേറെ കുറേ ചക്രങ്ങളുണ്ട്. ഇങ്ങനെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന തരത്തിൽ ചക്രങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ്? ഇതിലേതാണ് ശരി എന്ന കാര്യത്തെ നമ്മൾ യോഗശാസ്ത്ര സംബന്ധിയായി അത് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ചക്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിലൂടെ പൂർണ്ണമായും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന നാഡീവ്യൂഹത്തിൻ്റെ സന്ധികളാണ്. പ്രധാനമായിട്ട് 2 നാഡികളാണ്, ഇട പിംഗള. ഇടതുഭാഗത്ത് കൂടെ, നട്ടലിൻ്റെ ഇടതുഭാഗത്ത് കൂടെ മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെട്ട് നട്ടലിൻ്റെ ഇടതുഭാഗത്ത് കൂടെ വലത് കാൽ പെരുവിരലോളം സഞ്ചരിക്കുന്ന ഇടയും, മസ്തിഷ്കത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് അങ്ങനെ തുടങ്ങി കഴുത്തിലൂടെ വന്ന് ശരീരത്തിൻ്റെ വലതുഭാഗത്ത് കൂടെ വന്ന് ഇടതുകാൽ പെരുവിരലിൽ അവസാനിക്കുന്ന പിംഗളാനാഡിയുമാണ്. ഈ 2 നാഡികളും അരക്കെട്ടിന് മുകളിൽ വെച്ച് ഇങ്ങനെ പരസ്പരം ക്രോസ് ചെയ്താണ്, ഒരു 2 സർപ്പങ്ങൾ ചേർന്ന് പോകുന്നത് പോലെ ക്രോസ് ചെയ്താണ് ശിരസിന് മുകളിലേക്ക് എത്തുന്നത്. ഈ സർപ്പങ്ങൾ പരസ്പരം ക്രോസ് ചെയ്യുന്ന സന്ധികളെയാണ് ചക്രാസ് എന്ന് പറയുന്നത്. ഈ ചക്രങ്ങൾ എന്ന് പറയുന്ന ആ സന്ധികൾ ഓരോരോ ഗ്രന്ഥികളുടെ, പ്രധാനപ്പെട്ട ശരീരത്തിലെ ഗ്രന്ഥികളുടെ സ്ഥാനം കൂടിയാണ്. ഇപ്പോൾ ആജ്ഞാചക്രം എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ, പീനിയൽ ഗ്ലാൻഡിൻ്റെയും സ്ഥാനമാണ്. അതുപോലെ വിശുദ്ധി എന്ന് പറയുന്നത് ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സ്ഥാനമാണ്. ഇവിടെ അനാഹതം, തൈമസ്, മണിപൂരകം, ആഗ്നേയഗ്രന്ഥി. ഇങ്ങനെ ഓരോ ചക്രവും പ്രധാനപ്പെട്ട ഗ്രന്ഥികളുടെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ ചില ആളുകൾ പറയും ഇത്ര ചക്ര ഇല്ല, ആകെ പ്രധാനമായിട്ട് 3 ചക്രാസേ ഉള്ളൂ, മൂലാധാരവും മണിപൂരകവും അല്ലെങ്കിൽ അനാഹതവും പിന്നെ വിശുദ്ധിയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം വരാൻ കാരണം? അതായത് ചക്രാസ് എന്ന് പറയുന്നത് ഇങ്ങനെ നാഡികളുടെ സന്ധികളായതുകൊണ്ട് തന്നെ ശരീരമാസകലം നാഡികൾ പരസ്പരം കെട്ടുപിണഞ്ഞിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ആസകലം ചക്രാസുണ്ട്. ചിലത് സൂക്ഷ്മമായ ചെറിയ ചക്രാസാണ്, ചിലത്
വലിയ ജോയിൻസ് ആണ്, ജംഗ്ഷനുകളായതുകൊണ്ട് വലിയ ചക്രാസാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഒരാളിൽ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായതുകൊണ്ട്, അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള ജീവിതം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ആളുകൾ ശാരീരികമായ അധ്വാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരായിരിക്കും, ചില ആളുകൾ ഏതെങ്കിലും ആയോധന കല പരിശീലിക്കുന്നവരായിരിക്കും, ചില ആളുകൾ അതൊന്നുമില്ല, യോഗാസനം മാത്രം പരിശീലിക്കുന്നവരായിരിക്കും, പ്രാണായാമം മാത്രം പരിശീലിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ നമ്മളുടെ പ്രാണൻ ഓരോ ചക്രാസിലും എത്തുമ്പോഴാണ് ആ ചക്രം ഫീൽ ചെയ്യുന്നത്. അവിടെ എത്തി ആ സന്ധിയിലൂടെ ഊർജം കടന്നു പോകുമ്പോൾ അത് ചക്രമായിട്ട് അനുഭവിക്കുകയാണ്. നമ്മൾ ഒരു കാന്തത്തിൻ്റെ ബലരേഖകൾ പോലെ അവിടെ ഒരു ഊർജ പ്രസരണം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് നമ്മൾ അതിന് ചക്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധകർ ഇതിന് മുന്നേ കടന്നു പോയിട്ടുള്ള ജീവിതത്തിനനുസരിച്ച് ചില ചക്രാസൊക്കെ ആൾറെഡി ഓപ്പൺ ആയിട്ടുണ്ടാവും. കഠിനമായ കായികാധ്വാനം ചെയ്യുന്ന ആളുകളിൽ ചില ചക്രാസ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫുട്ബോൾ പോലെ കളികൾ, അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുന്നവർക്ക് ചില ചക്രാസ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഊർജം തടയപ്പെടില്ല. അവർ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുമ്പോൾ അവിടെ ഊർജം തടയപ്പെടില്ല. ഊർജം തടയപ്പെടുമ്പോഴാണ് നമുക്ക് ആ ചക്ര ഫീൽ ചെയ്യുന്നത്. അവിടെ ആൾറെഡി അത് ഓപ്പൺ ആയതുകൊണ്ട് അതിലൂടെ ഊർജം മുകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കയറും. എവിടെയാണോ ആ ചക്ര തുറക്കാത്തത് അവിടെ മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരാളിൽ ഈ 6 ചക്രങ്ങളും ചിലപ്പോൾ ഫീൽ ചെയ്തൊന്നും വരില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് പറയും, ഇല്ല എനിക്ക് 3 ചക്രയേ ഉള്ളൂ അല്ലെങ്കിൽ 4 ചക്രാസേ ഉള്ളൂ, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയും. വേറൊരാൾക്ക് ഈ 6 ചക്രാസിലും ഊർജം തടയപ്പെടുകയും അത് തുറന്ന് ഊർജം മുകളിലേക്ക് കയറുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ 6 ചക്രാസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും അവരെ അനുഭവിക്കുന്ന ഫീലിങ്സിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അവർക്ക് 7ാമതൊരു ചക്രത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർ 6 എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ 3 അനുഭവിച്ചിട്ടുള്ള ആളുകൾ അവർ 3 എന്ന് വിശ്വസിക്കുന്നു. കാരണം മറ്റ് ചക്രകൾ അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല, അത് ആൾറെഡി തുറന്നിരിക്കുകയാണ്. ഇത്രയുള്ള വിഷയം. അപ്പോൾ ഏതെല്ലാം ചക്രാസിലാണോ ഏതെല്ലാം നാഡീസന്ധികളിലാണോ ഊർജം തടയപ്പെടുന്നത് അവിടങ്ങളിൽ അത് നമുക്ക് ചക്രയായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഓരോ വ്യക്തികളിലും ഇങ്ങനെ ഊർജം തടയപ്പെടുന്ന ചക്രങ്ങളുടെ എണ്ണം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത എണ്ണം ചക്രങ്ങളാണ് ഉള്ളത് എന്ന് വ്യത്യസ്ത അഭിപ്രായം വന്നത്. അല്ലാതെ ഇത് ആരെങ്കിലും ഒരു കൂട്ടർ പറയുന്നത് ശരിയും മറ്റൊരു കൂട്ടർ പറയുന്നത് തെറ്റും അങ്ങനെയില്ല. ഓരോ വ്യക്തിയും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ട് ഓരോ ഗുരുവും അല്ലെങ്കിൽ ഓരോ യോഗ പദ്ധതിയും അവരുടെ അത് കണ്ടെത്തിയ ആളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് സത്യം തന്നെയാണ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം എന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. വേറൊരാളുടെ അനുഭവം വ്യത്യസ്തമാണ്, അതുകൊണ്ട് വ്യത്യസ്തമായ എണ്ണമാണ് അത് നമ്മൾ സ്വീകരിക്കാൻ. ഇങ്ങനത്തെ ഒരു മനസ്സിലാക്കലുണ്ടെങ്കിൽ നമുക്കിതെല്ലാം സ്വീകരിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് യോഗമല്ല എന്നും പറയും നമ്മൾ തർക്കിക്കാൻ പോകേണ്ടതില്ല. കാരണം ഒരു ഗുരുവും നമ്മളെ വഴിതെറ്റിക്കാനായി അല്ലെങ്കിൽ തെറ്റിക്കാനായിട്ട് തെറ്റിദ്ധാരണ പരത്താനായിട്ട് ഒരു അസത്യപ്രസ്താവന നടത്തുന്നവരല്ല. എല്ലാവരും അവനവൻ്റെ അനുഭവമാണ് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളിലാണ് എത്തുന്നത്. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ ചക്രാസിലുള്ള എണ്ണത്തിലുള്ള വ്യത്യാസം അതിൽ കിടന്ന് കെട്ടിമറിഞ്ഞ് നമ്മളുടെ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നമ്മളുടെ ക്ലാരിറ്റി കുറഞ്ഞ് നമ്മൾ യോഗ പദ്ധതിയിൽ നിന്ന് അകന്നു പോകേണ്ടതില്ല. അത് എത്രയോ ആയിക്കോട്ടെ, ഒരുപക്ഷെ ഈ പറഞ്ഞൊന്നും ആയിരിക്കില്ല നമ്മളുടെ അനുഭവം, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിരിക്കും. പക്ഷെ ഏതായാലും നമ്മൾ ആ അനുഭവം സിദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റ് ആശങ്കകൾക്കൊന്നും യഥാർത്ഥത്തിൽ സ്ഥാനമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു നിഗൂഢമായ ജ്ഞാനം, യോഗ പദ്ധതി ഭാരതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിൽ ജനിച്ചിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു സമയമോ പ്രായമോ ഒന്നുമില്ല. എപ്പോൾ നമുക്ക് അതിനോടൊരു ആകർഷണം തോന്നിയാലും അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുവരെ യോഗ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ യോഗം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ കഴിയും. നന്ദി.